ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമ്മളെ ഉയർത്തുന്നത് ദൈവത്തിൻ്റെ തക്ക സമയത്താണ്. സത്യത്തിൽ എന്താണ് ഈ തക്ക സമയം എന്നുള്ളത്? തക്ക സമയം എന്നുള്ള ആ ഒരു വാക്ക് ധാരാളം നമ്മൾ കേൾക്കുന്നതാണ്, പ്രസംഗിക്കപ്പെടുന്നതാണ്. എന്നാൽ വേദപുസ്തകത്തിൽ ഈ തക്ക സമയത്തെക്കുറിച്ച് ഒരുപാട് ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം ഒരാളെ അനുഗ്രഹിക്കുകയും ആത്മീയ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന് ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ സമയമെന്ന് പറയുന്നത് തക്ക സമയമാണ്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. അപ്പോൾ ഉയർത്തുന്നത് തക്ക സമയത്താണ്. കർത്താവിൻ്റെ പ്രത്യക്ഷത തക്ക സമയത്താണ്. കർത്താവെ വരണേ വരണേ, വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, എന്താ വരാത്തത്, ഞങ്ങളുടെ കഷ്ടതകൾ എത്ര നാൾ കൊണ്ട് തുടരുക എന്നൊക്കെ പറയുമ്പോഴും തക്ക സമയത്ത് തൻ്റെ പ്രത്യക്ഷത വരുത്തുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ്. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവരും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായി ആയവൻ തക്ക സമയത്ത് തൻ്റെ പ്രത്യക്ഷത വരുത്തും. തക്ക സമയത്താണത് നടക്കുന്നത്. സെക്കരിയാവും എലിസബത്തും ദീർഘനാളുകളായി ഒരു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ഒരു കുറ്റവുമില്ലാത്തവരായിരുന്നു. കാരണം കർത്താവിൻ്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാതെ നടക്കുന്നവരായിരുന്നു. പക്ഷേ അവർക്ക് മക്കളില്ലായിരുന്നു. അപ്പം ആ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പറയുന്നൊരു വാക്കിങ്ങനെയാണ്, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ വാക്ക് നീ വിശ്വസിക്കായികയാൽ നീ കുറച്ചു നാൾ ഊമനായിരിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവൻ ഈ ഗലീലയിലൊന്നും കടന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനൊന്നും നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പ്രസിദ്ധനാകണമെങ്കിൽ പോയി യഹൂദയിൽ ചെല്ലാൻ പറഞ്ഞു. യഹൂദയിലേക്ക് ചെന്ന് അവിടെ ആരാണെന്നൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ശിഷ്യന്മാർ തൻ്റെ സഹോദരന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾക്കെല്ലായ്പ്പോഴും സമയമാകുന്നു, എൻ്റെ സമയം വന്നിട്ടില്ല. അതായത് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ആ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് അതിനനുസൃതമായി ശുശ്രൂഷ ചെയ്ത ഒരാളാണ് യേശു ക്രിസ്തു. പല സമയത്തും നമ്മൾ സമയത്തിന് വില മതിക്കുന്നവരല്ല. ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ചും തക്ക സമയത്തേക്ക് ദൈവം നമ്മളെ എത്തിക്കുന്നത് എന്തിനാണെന്നും വ്യക്തമായി മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം, നമ്മൾ പിറുപിറുക്കും, നമ്മൾ പിന്മാറിപ്പോകും, നമ്മൾ നിരാശപ്പെടും, നമ്മൾ ഭാരപ്പെടും. ധാരാളം ആളുകൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് അവർ ജീവിതത്തെ ക്രമീകരിച്ചിട്ട് ആഴമായ ദൈവിക വിശുദ്ധിയിലും ദൈവിക വെളിപ്പാടുകളിലും അവർ ജീവിച്ചിട്ട് അവർക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് പലരും നിരാശിതരാണ്. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ഒത്തിരി കേട്ടു, പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ജീവിതമെല്ലാം ക്രമീകരിച്ചു, എന്താണ് തെറ്റെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എന്താണ് തടസ്സമെന്നറിയുന്നില്ല, പക്ഷെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ തക്ക സമയം വരെയും കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്തിനാണ് ദൈവം ചില സമയങ്ങളിൽ നമ്മളെ മറച്ച് ഒതുക്കി ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാതെ ദൈവത്തിൻ്റെ പാഠശാലയിലൂടെ കടത്തിവിടുന്നത്? അതായത് നമ്മൾ ഒരുക്കപ്പെടാതെ നമ്മൾ ഉപയോഗിക്കപ്പെട്ടാൽ തകർക്കപ്പെടുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതായത് ഈ ഉപയോഗിക്കപ്പെടുന്നു ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറയുകയും കാണുകയും ചെയ്യുന്ന ആളുകൾ, നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ മറു സൈഡിൽ അവർ നേരിടേണ്ടി വരുന്ന ശക്തമായ ആത്മീക പോരാട്ടങ്ങൾ, പൈശാചിക പോരാട്ടങ്ങൾ,
അവരുടെ ശുശ്രൂഷയുടെ നേരെ ഉയർന്നു വരുന്ന സ്വയത്തിൽ നിന്നും സാത്താന്യ മേഖലകളിൽ നിന്നുമുള്ള വെല്ലുവിളികൾ ഇതെത്ര കഠിനമാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ശരിക്കും 10, 14, 15 വർഷങ്ങളോളം ദൈവം ഏൽപ്പിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ ശാന്തമായി പോയിരുന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷമാണ് ആ ഒരു പരിശുദ്ധാത്മ നിറവിലേക്കും അനുഭവത്തിലേക്കും എൻ്റെ ശുശ്രൂഷയുടെ കുറച്ച് വിശാലതയിലേക്കും കുറച്ചുകൂടെ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരത്തിലേക്ക് ദൈവം എത്തിച്ചത്. പക്ഷേ ആ എത്തിക്കുന്ന സമയത്തിന് മുൻപ് ദൈവം കടത്തിവിട്ട ചില മേഖലകളുണ്ട്. എന്നെ ഏറ്റവും അധികം ദൈവം പഠിപ്പിച്ചത് ആഴമായ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് എനിക്ക് അന്ന് ഗൗരവമില്ലായിരുന്നെങ്കിലും ദൈവം എന്നോട് പറഞ്ഞത്, യുദ്ധമുഖത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരുമ്പോൾ പിശാച് അവൻ്റെ അവസാന ആയുധം വരെ നിന്റെ നേരെ പ്രയോഗിക്കും. ആ സമയത്ത് ദൈവാശ്രയത്തിൽ ആഴമായ വിശുദ്ധിയിൽ നീ നിലനിന്നില്ലെങ്കിൽ നിന്റെ കുടുംബം തകർന്നു പോകും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ധാരാളം ആത്മീക രഹസ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ദൈവം ഒരാളെയും ഒരിക്കലും പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാറില്ല, പെട്ടെന്ന് അനുഗ്രഹിക്കാറില്ല. പെട്ടെന്ന് അനുഗ്രഹിച്ചാൽ നമ്മളവിടെ കാണത്തില്ല. പെട്ടെന്ന് ഉപയോഗിച്ചാൽ ചിലപ്പം നമ്മൾ ആ സ്ഥലത്ത് പിന്നീട് കാണില്ല. അതായത് എല്ലാം ദൈവം നമ്മളെ പഠിപ്പിക്കും. അതായത് നമ്മളൊന്നുമല്ലെന്നും നമ്മുടെ കഴിവല്ലെന്നും ദൈവത്തിൻ്റെ കൃപയാണെന്നും ഒക്കെ സ്വർഗത്തിലെ ദൈവം നമ്മളെ പഠിപ്പിക്കും. എന്നോടാണെങ്കിൽ തന്നെ നമുക്കറിയാം, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ദൈവകൃപയാൽ ഈ നാളുകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ദൈവവചന സന്ദേശം കേൾക്കുന്നു. ഒത്തിരി പേര് മാനസാന്തരത്തിലേക്ക് വരുന്നു. പലതും ഞാൻ തുറന്നു പറയാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ്. ഒത്തിരി പേര് രക്ഷയിലേക്ക് വരുന്നു. അപ്പം ദൈവദാസനെ നല്ല മെസ്സേജാണ് എന്നൊക്കെ പലരും പറയുമ്പോൾ, ധാരാളം പേര് പറയുമ്പോൾ, മോനെ നിൻ്റെ കഴിവല്ല, ഇത് എൻ്റെ കൃപയാണെന്ന് പഠിപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ഇറക്കിയത്. അല്ലെങ്കിൽ എന്താ പറ്റുന്നേ? ഞാൻ മിടുക്കനാണ്, ഇതൊക്കെ ഞാൻ പ്രസംഗിക്കുന്നു, ആളുകളിലേക്ക് എത്തിക്കുന്നു. ശരിക്കും അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ വീണു പോകുമെന്ന് ദൈവം മനസ്സിലാക്കി. ഓരോരുത്തരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് അവരെ കടത്തിവിട്ടുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ദൈവവചന സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരായി ധാരാളം പേര് ദൈവത്താൽ പണിയപ്പെട്ടും ദൈവത്താൽ ഒരുക്കപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന സമയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുട്ടയിടാനായിട്ട് നടക്കുന്ന കോഴി, ആ കോഴിക്ക് ആ മുട്ട എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് ഇടുന്നത് വരെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇട്ട് കഴിയുമ്പോൾ ആശ്വാസമായി. ചിലർ പറയുന്നത്, ദൈവം എനിക്ക് വചനത്തിലൂടെ ആഴമായ മർമ്മങ്ങൾ തരുന്നു, ദൈവം ഭയങ്കരമായ കൃപ എൻ്റെ മേൽ പകരുന്നു. പക്ഷേ ഇത് ഉപയോഗിക്കുവാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടുന്നില്ല. വിഷമിക്കണ്ട, നമ്മൾ ആദ്യം പറഞ്ഞ ആ വാക്യത്തിലേക്ക് വരാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്. സത്യത്തിൽ ഈ ഒരു വാക്യം, അതായത് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഈ ഒരു വാക്യം ഇതിൻ്റെ തൊട്ട് പിൻപിലുള്ള ഒരു വാക്യത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതായത് അതുകൊണ്ട് എന്നാണ്. ആരോടാണ്? അവൻ നിങ്ങളെ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇവിടെ ഇളയ മൂപ്പന്മാരോടും ഇളയ ശുശ്രൂഷകന്മാരോടുള്ള വാക്കുകളാണിത്. ഈ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യങ്ങളിൽ മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യങ്ങളിൽ ഇളയവരെ അങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുകയും. ഈ കീഴടങ്ങൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവം എന്നെ ഉപയോഗിക്കുന്നില്ല, എത്ര നാളായിട്ട് ഞാനിവിടെ ഒതുങ്ങിയിരിക്കുന്നു, എത്ര നാളായിട്ട് അവരുടെ കീഴിലാണ് ഞാൻ, എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല. ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അധികം കൃപ അവിടുന്ന് നൽകി കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും ഇത് ആത്മീക ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആത്മീക മേഖലയിൽ ഏതും വേണമെങ്കിലും എടുത്തു, ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ ഏതാണെങ്കിലും എടുത്തുകൊള്ളുക. അപ്പം അതിൽ ദൈവം നമ്മളെ ഉയർത്താൻ ദൈവത്തിൻ്റെ സമയം വരെയും നമ്മൾ കീഴടങ്ങി ഇരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്,
തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടുകൂടെ ഇരിക്കുക. മനുഷ്യൻ്റെ പൊതുവായൊരു സ്വഭാവമാണ് വേഗത. എല്ലാം പെട്ടെന്ന് നടക്കണം, പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് മറുപടി കിട്ടണം, പെട്ടെന്ന് അനുഗ്രഹിക്കപ്പെടണം, പെട്ടെന്ന് വിടുതൽ നടക്കണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നു, പലതും സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പോസ്റ്റുകളും കാണുമ്പം എത്രയോ പേരെ എനിക്കറിയാം കബളിപ്പിക്കപ്പെട്ടു പോകുന്നവർ. പലതും വാസ്തവമല്ല എന്നുള്ളതാണ് സത്യം. ക്ഷണത്തിലുള്ള വിടുതലുകൾ, ഇതൊക്കെ പ്രിയമുള്ളവരെ പലതും കപടതകളാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുറേ പേര്, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ലെങ്കിലും കുറേ പേര്, 1-2 പേര് വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു, എങ്ങനെയാണ് അതിൻ്റെ ഫീസ്? ഞാൻ ചോദിച്ചു, ഫീസോ? എന്ത് ഫീസ്? അല്ല, ചിലരൊക്കെ അങ്ങനെ ഫീസ് പറയും. ചിലർ പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് തരാറുണ്ട്, ഡയറക്റ്റ് ചോദിക്കുകയല്ല, ഞങ്ങൾക്ക് തരാറുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവം ഇത് സൗജന്യമായി തന്നതാണ്, നിങ്ങൾ ഫീസൊന്നും തരണ്ട. അപ്പം നോക്കിക്കേ, അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വലിയ ചതിവുണ്ട്. അത് പല സമയത്തും ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ദൈവം നമ്മളെ വിടുവിച്ച് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന സമയത്തിന് മുമ്പ് നമ്മൾ എത്ര കിടന്ന് നമ്മൾ കയറ് പൊട്ടിച്ച് ചാടാൻ ശ്രമിച്ചാലും ഒരിക്കലും നടക്കത്തില്ല. അതായത് ദൈവമാണ് ഒരുവനെ ഉയർത്തുന്നത്, ദൈവമാണ് ഒരുവനെ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ആ സമയം വരെയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. മോശയ്ക്ക് ശേഷമായി ഇസ്രായേലിൽ ശുശ്രൂഷ ചെയ്തൊരു വ്യക്തിയാണ് യോശുവ, നൂൻ്റെ മകനായി യോശുവ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ബൈബിൾ ക്യാരക്ടറാണ് യോശുവ. യോശുവയെക്കുറിച്ച് ഞാൻ എപ്പോഴും പഠിക്കാനും അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയൊക്കെ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. പുറപ്പാട് പുസ്തകം 32-33 അധ്യായങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിച്ച് ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് ദൈവം മാറി നടന്ന് മോശയോട് ഞാൻ നിനക്ക് സമാധാനം തരാം എന്നൊക്കെ പറഞ്ഞ് ജനലക്ഷങ്ങൾക്ക് ദൈവം കൂടെ നിന്ന് മാറിയത് അറിയാതെ പോയി. അവർക്കറിയാതെ പോയതിൻ്റെ കാരണം അവരുടെ മന്നയുടെ വരവ് നിന്നില്ല, ഭൗതികമായി അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് നിന്നില്ല. പല സ്ഥലത്തും സാഹചര്യങ്ങളിലും ദൈവം മാറി നടക്കുന്നത് പലരും അറിയുന്നില്ല. ഈ പിശാചും ദൈവവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പിശാച് വരുന്നതറിയില്ല, പോകുന്നതറിയും. കാരണം കുറച്ച് ഈ ചേഷ്ടകളൊക്കെ കാണിച്ചിട്ടായിരിക്കാം ഇങ്ങനെ പോകുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ സാന്നിധ്യവും വരുമ്പോൾ നമുക്ക് അത് അനുഭവിക്കാനായിട്ട് പറ്റും. പക്ഷെ പോകുന്നത് പല സമയങ്ങളിലും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു സമൂഹം മുഴുവനും ഇത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോഴും നൂൻ്റെ മകനായ യോശുവ കൂടാരം വിട്ടു പിരിയാതെ ഇരുന്നു എന്നാണ് ദൈവവചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ. അപ്പം നോക്കിക്കേ, അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൂടാരത്തിൽ, അതെ, ഇതിൽ നിന്നെല്ലാം മാറി നമ്മൾ എത്രത്തോളം വ്യത്യസ്തരാകുന്നോ, എത്രത്തോളം ദൈവസാന്നിധ്യ ബോധത്തോടുകൂടി ദൈവം മുമ്പാകെ നമ്മൾ ജീവിക്കുന്നു. ബഹുജനം പലവിധമെന്ന് പറഞ്ഞതുപോലെ ബഹുജനത്തിൻ്റെ ഈ കോപ്രായങ്ങളിലും ഇതിലുമൊന്നും പെടാതെ നമ്മളെ വിളിച്ച വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിത യാത്ര നടത്തുവാനും ദൈവസാന്നിധ്യ ബോധത്തോടുകൂടി നിരന്തരമായി ദൈവസന്നിധിയിൽ നമ്മൾ വസിക്കുവാനും തയ്യാറായാൽ അവിടുന്ന് നമ്മളെ മിനുക്കി പോളിഷ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ സമയമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പോടെ പറയാം. ഇതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം ഒന്ന് വായിച്ച് പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഗലീലയിൽ നിന്ന് യഹൂദയിലേക്ക് പോകുവാനായിട്ട് സഹോദരന്മാർ യേശുവിനെ നിർബന്ധിക്കുകയാണ്. നിർബന്ധിച്ചത് എന്തിനാ? നീ എനക്ക് ആളാകണമെങ്കിൽ, 10 പേര് നിന്നെ അറിയണമെങ്കിൽ ഇവിടെ അത്ഭുതവും അടയാളവും ചെയ്ത് ഇവിടെ പ്രസംഗിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. കുറച്ചുകൂടെ ബെറ്റർ
ഓപ്ഷൻ നോക്കുക, അവസരങ്ങൾ നോക്കുക, അവിടേക്ക് പോവുക. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾക്കെല്ലായ്പ്പോഴും സമയമാണ്, പക്ഷെ എൻ്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല. അതായത് പിതാവിൻ്റെ സമയത്തെക്കുറിച്ച് ബോധവാനായിരുന്നു യേശു. എങ്ങനെയാണ് ആ ശുശ്രൂഷ ചെയ്യേണ്ടതെന്നും പിതാവ് തന്നെ നയിക്കുന്നതിനനുസരിച്ച് യെരുശലേമിലേക്ക് മനസ്സുറപ്പിച്ച് യേശു യാത്ര ചെയ്തു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. യെരുശലേമിൽ പോകാതെ ഇരുന്ന സമയവും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീടിട്ട് താൻ പോകുന്നതുകൊണ്ട് അത് മറ്റൊരു വിഷയമാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, യഥാർത്ഥമായി ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സമയത്തിനനുസൃതമായി നമ്മൾ യാത്ര ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നത്. തക്ക സമയം എന്ന് പറയുന്നത് നമുക്കാണ് വൈകിയതായി തോന്നുന്നത്. ദൈവത്തിനൊരിക്കലും വൈകിയിട്ടില്ല. യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? മോശയുടെ കാലശേഷം ഈ യോശുവയെ ദൈവം ഉയർത്തി ഇസ്രായേലിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് മോശയ്ക്ക് പോലും കഴിയാത്ത ഒരു കാര്യം, അതായത് കനാൻ ദേശത്തെ അവകാശമാക്കി ഈ ഗോത്രങ്ങൾക്കെല്ലാം വിഭജിച്ചു കൊടുത്ത് 30-ലധികം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി. അടുത്ത അധ്യായങ്ങളിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? യഹോവ യോശുവയെ വലിയവനാക്കി. നമ്മൾ വലിയവരാകാൻ പോവുകയല്ല, അവസരങ്ങൾ സ്വയം ഉണ്ടാക്കാനായി ശ്രമിക്കുകയല്ല. കർത്താവെ, അങ്ങയുടെ ഇഷ്ടവും നമ്മളൊക്കെ പ്രയോജനപ്പെടേണ്ടുന്ന വ്യത്യസ്തമായ ചില മേഖലകളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി തരുവാൻ കഴിയുന്ന ഒരേ ഒരാൾ പരിശുദ്ധാത്മാവ് മാത്രമാണ്. അല്ലാതെ നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഹിതവും എല്ലാ ശുശ്രൂഷകളും ചെയ്യണമെന്നുള്ളതൊന്നും ദൈവഹിതമല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവത്തിൻ്റെ സമയം വരെയും ദൈവം ഏൽപ്പിക്കുന്ന സ്ഥലങ്ങളിൽ വിശ്വസ്തയോടെ നിറകൊള്ളുക എന്നുള്ളതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ശുശ്രൂഷകളൊക്കെ കണ്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന ചില പ്രിയപ്പെട്ടവർ മനോഹരമായൊരു ഓഫർ എൻ്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടി. മറ്റൊരു രാജ്യത്തിൽ ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷകനായി നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളുമെല്ലാം എൻ്റെ മുമ്പിൽ അവർ വെച്ച് നീട്ടി. പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൂട്ടം വിട്ട്, ദേശം വിട്ട് നീ പോകാൻ പാടില്ല. കുറേ വർഷങ്ങളായിട്ട് ഞാനിവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എല്ലാ കാലത്തും എന്തിനാണ് ഈ ആൾക്കാരെ നമ്മൾ ഇത്രയും മുഷിപ്പിക്കുന്നത്? ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ കൂടെയുള്ള വിശ്വാസികളൊക്കെ വളരെ സ്നേഹവും, ഞാൻ എവിടേക്കെങ്കിലും പോയാൽ പോലും ഉടനെ അവർ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിച്ച് ഉടനടി വിളിക്കുന്ന ആളുകളാണ്. പോട്ടെ. അപ്പം അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായി. വമ്പൻ ഓഫറാണ്. ഞങ്ങളുടെ ദൈവദാസൻ ഒരു വീട് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അവിടെ പോയി ശുശ്രൂഷ ചെയ്തിരുന്ന 2-3 കൊല്ലം കൊണ്ട് എനിക്കൊരു വീട് മേടിക്കാമായിരുന്നു. അതിനപ്പുറം ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് സമ്പന്നമായ ഒരു രാജ്യത്തിലേക്കാണ്. ഒറ്റ മാസത്തിനുള്ളിൽ ഫാമിലി വിസ എടുത്തെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും പരിശുദ്ധാത്മാവ് പറഞ്ഞു, നോ, നീ പോകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രിയരെ, ദൈവം പറയുന്നത് കേട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതും ദൈവത്തിൻ്റെ സമയം വരെയും നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നതും നമ്മുടെ ജീവിത വിജയത്തിൽ നിർണായകമാണ്. ഞാനിന്ന് ആ രാജ്യത്ത് പോയിരുന്നെങ്കിൽ എൻ്റെ തലയിൽ മിസൈൽ വരുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ മേളിലോട്ട് നോക്കിയിരിക്കേണ്ടി വന്നേനെമാർ. പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പോകട്ടെ. ഇന്ന് ഞാനതിനെല്ലാത്തിനായിട്ടും ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. പണമല്ല, അവസരങ്ങളല്ല നമ്മുടെ ലക്ഷ്യം. ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പം ദൈവത്തിൻ്റെ തക്ക സമയത്തെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാകുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മറ്റെപ്പോഴെങ്കിലും ദൈവം നമുക്ക് അവസരം തരുമ്പോൾ ഇസ്രായേലിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നിന്നെ മിനുക്കിയ അമ്പാക്കി ഞാൻ എൻ്റെ പൂണിയിൽ ഒളിപ്പിച്ചു. അമ്പാക്കി എറിയുകയല്ല ചെയ്തത്, അമ്പാക്കി പൂണിയിൽ ഒളിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും,
ഇത്രയും നേരം എന്നെ മിനുക്കിക്കൊണ്ടിരുന്നത് എയ്യാനല്ലേ? എന്നെ കൊണ്ട് പൂണിയിൽ ഒളിപ്പിക്കാനാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, അതെ, എയ്യുന്നവൻ ദൈവമാണ്. ദൈവത്തിൻ്റെ പൂണിക്കകത്ത് ഏത് സമയത്തും ആ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ കാത്തിരിക്കുക, റെഡിയായിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ തക്ക സമയം. ഈ തക്ക സമയത്തെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ആ തക്ക സമയമാകുമ്പോൾ അവസരങ്ങളുടെ വാതിൽ അത്ഭുതകരമായി ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കും. ഒരു മനുഷ്യനും തുറക്കുവാൻ കഴിയാത്ത വഴികൾ തുറക്കപ്പെടും. നാം പ്രയോജനപ്പെടുവാനായിട്ട് തുടങ്ങും. നാം ചിന്തിക്കാത്ത മേഖലകളിൽ നമ്മൾ ഉപയോഗിക്കപ്പെടുവാനായി തുടങ്ങും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മിൽ നിന്ന് കണ്ടു തുടങ്ങും. ആ സമയമാണ് ദൈവത്തിൻ്റെ തക്ക സമയം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 25 വർഷവും, യോസഫിൻ്റെ ജീവിതത്തിൽ ഏകദേശം 13 വർഷവും, മോശയുടെ ജീവിതത്തിൽ 40ഓളം വർഷവും, യോശുവയുടെ ജീവിതത്തിലും ഏകദേശം 10, 30, 25 വർഷത്തോളവും ഒക്കെ കാത്തിരിക്കേണ്ടതായി വന്നു. എന്തിനേറെ പറയുന്നു, ദാവീദിന് പോലും ശമൂവേലിൽ നിന്ന് ആ തൈലക്കൊമ്പിൽ നിന്നുള്ള അഭിഷേകം പ്രാപിച്ചിട്ടും എത്രയോ നാളുകൾ വനത്തിലും ഗുഹകളിലും ലക്ഷ്യമില്ലാത്തവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതായി വന്നു. എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് യെരുശലേമിലേക്ക് താൻ എത്തുന്നതും ഇസ്രായേലിൻ്റെ രാജാവായി അക്ഷരികമായി അദ്ദേഹം ആയിത്തീരുകയും ചെയ്യുന്നത്. യേശു കർത്താവിൻ്റെ വാക്കുകൾ എത്രയോ ചിന്തനീയമാണ്. നിങ്ങൾക്കെല്ലായ്പ്പോഴും സമയമാകുന്നു, എൻ്റെ സമയം വന്നിട്ടില്ല. നമ്മുടെ സമയത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് എങ്ങനെ പ്രാപിപ്പാനായിട്ട് പറ്റും? അത് നമുക്ക് തരാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമാണ്. അത് പ്രാർത്ഥനയിലും, അതേ കണ്ണുനീരോടെ, ദൈവഹിതത്തിനായുള്ള സമർപ്പണത്തിലൂടെ, ദൈവശബ്ദത്തിലൂടെ, ദൈവത്തിൻ്റെ ആലോചനകളിലൂടെ പ്രാപിച്ചെടുക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരുകയുള്ളൂ. കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. 2-3 ദിവസങ്ങളായിട്ട് പല കോളുകളും, ഈ വാട്സാപ്പ് കോളല്ല, അല്ലാത്ത കോളുകൾ എടുക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ്റെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ കുറച്ച് തിരക്കിലായിരുന്നു. ധാരാളം കോളുകൾ ദിവസവും വരുന്നു. 25-30 കോളുകളൊക്കെ ആ ദിവസവും വരുന്നത്. എല്ലാം ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. മാക്സിമം നിങ്ങൾ വാട്സാപ്പിൽ വിഷയങ്ങൾ അയയ്ക്കുക. പ്രാർത്ഥിക്കുന്നുണ്ട്. പേഴ്സണൽ നമ്പരാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ പല കോളുകളും തിരിച്ചു വിളിക്കാറുണ്ട്. ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെയൊക്കെയാണ്. ചർച്ചിൻ്റെ കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളും, മാതാപിതാക്കൾ രണ്ടുപേരും പ്രായമാണ്, അവരുടെ കാര്യങ്ങളും, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവ് ബലവും കൃപയും തരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ദിവസങ്ങളൊക്കെ കർത്താവ് വരുവാൻ താമസിച്ചാൽ നിങ്ങൾക്കതെല്ലാം ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം തീർക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ കാത്തു പരിപാലിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വീണ്ടും അടുത്ത ചില ദൈവിക ആലോചനകളുമായിട്ട് നമുക്ക് ഒന്നിച്ചുകൂടാം. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി.